വിനീതിൻ്റെ റോളിന് വേണ്ടി നമ്മൾ ആദ്യം ശരിക്കും അപ്രോച്ച് ചെയ്തത് പ്രഭുദേവയാണ്. പ്രഭുദേവ അത് ഡാൻസും ഒക്കെ കൂടെ വേണമായിരുന്നു. വിഷ്വലിയും മ്യൂസിക്കലിയും ഒക്കെയും വളരെ മികച്ചു നിന്ന ആ സിനിമ ഒരുപക്ഷെ സ്വീകരിക്കപ്പെടാതെ പോയത്, ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആകാതെ പോയതിന് കാരണങ്ങൾ ഈ പറയുന്ന പോലെയുള്ള ചില നമ്മുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് വന്നുപോയ ചില വീഴ്ചകളാണ്. അതുകൊണ്ടാണ് റൈറ്റിങ്ങിൽ പോലും എനിക്ക് അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല. പാട്ടിൻ്റെ ലിറിക്സിൻ്റെ ഈവൻ സ്ക്രിപ്റ്റ് പോലും അത്ര ബലവത്തായില്ല എന്നുള്ളതാണ്. സ്കൂളിൽ പോയി ഷൂട്ടിംഗ് തുടങ്ങി ഫസ്റ്റ് ഡേ ഉച്ചയായപ്പോൾ ഞാൻ ഈ സ്നോ പാറയുടെ മുകളിൽ സ്നോ കിടക്കാറ്. അങ്ങനെ ഞാനൊരു പാറയിൽ നിന്ന് ഒരു പാറയിലോട്ടൊന്ന് കാല് നീട്ടി വെച്ചാൽ വീണ് എൻ്റെ കാലൊടിഞ്ഞു പോയി. എൻ്റെ സിനിമയുടെ ഒരു ഷോട്ട് പോലും വേറെ ആരും എടുക്കാൻ കൊടുത്താൽ എനിക്ക് സാറ്റിസ്ഫാക്ടറി അല്ല. ലൂയിസ് കാരലിന്റെ നോവൽ ആലീസിന്റെ അത്ഭുത ലോകം നമ്മൾ എല്ലാവരും കേട്ടതാണ്. പിന്നീട് മലയാള സിനിമയ്ക്കുണ്ടായ ഒരു ആലീസിന്റെ അത്ഭുത ലോകമാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ്. യെസ്, ശിവ സാർ കൈകാര്യം ചെയ്ത സംവിധാനം ചെയ്തൊരു മൂവിയാണ്. എങ്ങനെയാണ് ആ ഒരു സിനിമയിലേക്ക് എത്തുന്നത്? ആ ഒരു സിനിമ പോലെ തന്നെ, ആ ഒരു പേര് പോലെ തന്നെ ശരിക്കും ഒരു വണ്ടർലാൻഡ് ആയി മാറും എന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു പേര് കൊണ്ടുവന്നത്. ഈ സിനിമയിലേക്ക് എത്തുന്നത് ഞാൻ കോക്കസിന് വേണ്ടി ചെയ്യുന്ന 4ാമത്തെ സിനിമയാണ്. സമരൻ ബദലേഹം കഴിഞ്ഞിട്ട് നമ്മൾ ദേവദൂതൻ കഴിഞ്ഞു, പിന്നെ 1000-ലൊരുവൻ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ചെയ്തതാണ് ആലീസ് ഇൻ വണ്ടർലാൻഡ്. ആലീസ് ഇൻ വണ്ടർലാൻഡിൻ്റെ കഥ ഒരു പെൺകുട്ടിയാണ്. അതിൻ്റെ ശരിക്കും ഒരു പ്രോട്ടഗണിസ്റ്റ് എന്ന് പറയുന്നത് ആ പെൺകുട്ടിയാണ്. ആലിസ് എന്ന് പറയുന്ന പെൺകുട്ടിയാണ്. അവള് ഒത്തിരി സ്കിസോഫ്രെനിക് ആയിട്ടുള്ള മാനസികമായ തകരാറുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിയെയും അവളുടെ ജ്യേഷ്ഠ സഹോദരനുമാണ് ഇതിനകത്തെ പ്രധാന കഥാപാത്രങ്ങൾ. ജയറാമാണ് റോൾ ചെയ്തതും. നായികയായിട്ടുള്ള ആ വേഷത്തിലേക്ക് നമ്മൾ കാതൽ എന്ന് പറയുന്ന സിനിമ ഹിറ്റായതുകൊണ്ട് അവർ കാതൽ സന്ധ്യ എന്നറിയപ്പെടാൻ തുടങ്ങി. നമുക്ക് ആ പ്രായത്തിലുള്ള ഒരു കുട്ടി മതി. കാരണം ഒരു ടീനേജിൻ്റെ ആ ഒരു അവസ്ഥയിൽ 16 years ഉള്ള ഒരു കുട്ടിയാണ് വേണ്ടത്. പിന്നെ അവൾ നല്ല ആക്ട്രസ്സാണ്. കാതലൊക്കെ കണ്ടപ്പോഴത്തേക്കും നമുക്കത് വളരെ ബോധ്യപ്പെട്ട കാര്യമാണ്. മറ്റു കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ ജയറാമിൻ്റെ കഥാപാത്രത്തിൻ്റെ കാമുകിയായിട്ട് വരുന്ന ലയ എന്ന് പറയുന്നൊരു തെലുങ്ക് തമിഴിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് മലയാള സിനിമകളിലൊക്കെ അഭിനയിച്ചിരുന്നു. പിന്നെ വിനീതിൻ്റെ റോളിന് വേണ്ടി നമ്മൾ ആദ്യം ശരിക്കും അപ്രോച്ച് ചെയ്തത് പ്രഭുദേവയാണ്. പ്രഭുദേവ അത് ഡാൻസും ഒക്കെ കൂടെ വേണമായിരുന്നു. അപ്പം പ്രഭുദേവയാണ് ഞാൻ പോയി കാണുന്നത്. പക്ഷെ അദ്ദേഹം ആ സമയത്ത് വലിയ തിരക്കിൻ്റെ ഇടയിൽ നിൽക്കുന്നതുകൊണ്ട് ഇത്രയും ദിവസം നമുക്ക് തരാനില്ല എന്നുള്ളൊരു ഘട്ടത്തിൽ പ്രഭുദേവയെ നമുക്ക് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കിട്ടിയില്ല. ബാക്കി ജനാർദ്ദൻ ചേട്ടൻ അങ്ങനെ തുടങ്ങി കുറേ ക്യാരക്ടേഴ്സാണ്. കുളപ്പള്ളി ലീല എന്നൊക്കെ പറയുന്ന കഥാപാത്രങ്ങളാണ്. എനിവേ അത് ആ സിനിമയിൽ ഒരു ജ്യേഷ്ഠനും അനുജത്തിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. മെൻ്റലി ഒരു പ്രോബ്ലമുള്ള അനിയത്തിയെ കൊണ്ടു നടക്കുന്നൊരു ജ്യേഷ്ഠനും കാര്യങ്ങളാണ്. അതിലേക്ക് അയാളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു സ്ട്രീറ്റ് മജീഷ്യൻ വരികയാണ്. അതാണ് വിനീതിൻ്റെ ക്യാരക്ടർ. ഈ കുട്ടിക്ക് അയാളോടുള്ളൊരു ഇൻഫാക്ച്വേഷൻ തോന്നുന്നുണ്ട്. അതിലൂടെ കുറച്ചും കൂടെ ഇവള് മെൻ്റലി സെറ്റാകുമെന്ന് വിചാരിച്ചെടുത്തുനിന്ന് അവൾ ഡീറെയിൽഡായി പോകുന്നതൊക്കെയാണ് അതിൻ്റെ കഥ. അപ്പോൾ ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പാണ് അതിൻ്റെ ബേസിക് സ്റ്റോറി. ഇതിനെക്കുറിച്ച് ആദ്യം നമ്മൾ ചിന്തിച്ചപ്പോൾ കുറച്ചുകൂടെയൊക്കെ വേറൊരു ലെവലിൽ അന്ന് ചിന്തിച്ചിരുന്നു. ഇത് ഇങ്ങനെ ഒരു കഥ ആദ്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് വന്ന സമയത്ത് നമ്മൾ ഇച്ചിരി കടന്ന ചിന്തകൾ ഉണ്ടായിരുന്നു. മമ്മൂട്ടിയും മോഹൻലാലും കാജോൾ എന്നൊക്കെ പറഞ്ഞൊക്കെ ചിന്തിച്ച് തുടങ്ങിയത്. ചിന്തിക്കാമല്ലോ നമുക്ക് എത്ര വേണേലും. അല്ല, അങ്ങനെ ആദ്യം ഈ പ്രോജക്റ്റ് ആകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കഥയുടെ തോട്ട് വന്ന സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷെ പിന്നെ പ്രാക്ടിക്കലി ഇതാണ് സംഭവിച്ചത്. അതിനകത്തും നമ്മൾ അപ്പോഴത്തേക്ക് വിദ്യാസാഗർ നമ്മളുടെ ആസ്ഥാന സംഗീത സംവിധായകനായി മാറിക്കഴിഞ്ഞിരുന്നു. കോക്കസിൻ്റെ പടങ്ങളിൽ ഇപ്പം ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ സിയാദിൻ്റെ കൂടെ തന്നെ മറവത്തൂർ കലവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് സമ്മർ ചെയ്തു, ദേവദൂതൻ ചെയ്തു.
അങ്ങനെ ബാക്ക് ടു ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു വേറെ ചോയ്സ് ആദ്യം തന്നെ മറ്റാരെ കുറിച്ച് ചിന്തിച്ചില്ല, വിദ്യാസാഗറിലേക്ക് പോയി. അങ്ങനെ അതിനകത്ത് ഇതുപോലെ തന്നെ 3-4 പാട്ടുകളുണ്ടായിരുന്നു. അതും ഊട്ടിയിലാണ് ഷൂട്ട് ചെയ്തത്, പൂർണ്ണമായിട്ടും ഊട്ടിയിൽ തന്നെ. അപ്പോൾ നമ്മുടെ ഊട്ടിയിൽ ഷൂട്ട് ചെയ്യുന്ന കോക്കേസിന്റെ 3ാമത്തെ സിനിമ ആസ്ഥാന ലൊക്കേഷനുമായിട്ട് മാറി. ഗിരീഷ് പുത്തഞ്ചേരിയാണ് പാട്ട് എഴുതിയത്. അതിനു മുമ്പ് വരെയും കൈതപ്പുറം ഗിരീഷ് എഴുതിയിട്ടുണ്ട്, കൈതപ്പുറം എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇത് ഗിരീഷ് ചെയ്തു. അത് പക്ഷേ ഒരു വലിയ കൊമേഴ്ഷ്യൽ ഹിറ്റ് ആയില്ല അന്നത്തെ കാലത്ത്. അതിന് പല കാരണങ്ങളുണ്ടാവാം, നമുക്കറിയില്ല. എനിവേ കോക്കേസിന് വേണ്ടി ഞാൻ ചെയ്ത സിനിമകളിൽ ഒരുപക്ഷെ വലിയ സക്സസ് ആകാതെ പോയ ഒരു സിനിമയാണിത്. അങ്ങനെ വലിയൊരു വേറെ ഒരു രീതിയിലും അതിന് വേറെ രീതിയിലുള്ള അക്സെപ്റ്റൻസ് ഒന്നും കിട്ടാതെ പോയി. പക്ഷെ നമ്മളുടെ എൻ്റെയും സിയാദിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് നമുക്ക് ശരിയെന്ന് തോന്നിയ ഒരു സിനിമ നമ്മൾ അങ്ങ് ചെയ്തതാണ്. അത് പക്ഷെ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. അതും ഏതെങ്കിലും കാരണങ്ങൾ ഉണ്ടാവോ? ഇപ്പൊ നമ്മുടെ ദേവദൂതന്റെ ഒക്കെ പറഞ്ഞതുപോലെ ഇല്ല, ചില കാര്യങ്ങൾ നമ്മുടെ കാൽക്കുലേഷൻസ് തെറ്റും. സിനിമയിൽ എപ്പോഴും അങ്ങനെയുള്ള നമ്മൾ കാണുന്ന പെർസ്പെക്റ്റീവിലല്ല ഓഡിയൻസ് ഒരു സിനിമയെ കാണുന്നത്. ഇതത്ര മഹത്തായ സിനിമയൊന്നും ആണെന്നല്ല പറയുന്നത്. നമ്മൾ അതിൻ്റെ കഥ നമ്മളെ മുമ്പിലേക്ക് വന്നപ്പോൾ ഇത് രസകരമായ ഒരു സിനിമയാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണല്ലോ തുടങ്ങുന്നത്. അത് പക്ഷെ ആ രീതിയിൽ അത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു ലെവലിലേക്ക് അത് വർക്കായില്ല എന്നുള്ളതാണ്. അത് ഓഡിയൻസിനും വർക്കായില്ല. അപ്പോൾ അത് ആ രീതിയിൽ ഒരു സക്സസ്ഫുൾ മൂവി ആയിരുന്നില്ല. സിനിമയിലെ വീടും അതുപോലെ പരിസര പ്രദേശങ്ങളും ഒക്കെ ലൈക്ക് ഒരു വണ്ടർലാൻഡ് പോലെ തന്നെയായിരുന്നു. അതൊരു ഡെലിബറേറ്റ്ലി അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്തതാണോ? അത് നമ്മൾ ഒരു സാധാരണ ഊട്ടിയിൽ പോകുമ്പോൾ ഷൂട്ട് ചെയ്യാൻ സാധാരണ ഷൂട്ട് ചെയ്യുന്നൊരു ലൊക്കേഷൻ തന്നെയാണ് ആ വീടൊക്കെ ഷൂട്ട് ചെയ്തത്. പിന്നെ അതിൻ്റെ പാട്ടുകളൊക്കെ നമ്മൾ ഫേണൽ പാലസ് എന്ന് പറയുന്നൊരു പാലസിനകത്തൊക്കെയാണ് ഷൂട്ട് ചെയ്തത്. അതും ദേവദൂതൻ്റെ കാലത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോഗ്രാഫി ചെയ്തത് വേണുഗോപാലാണ്. വേണുഗോപാൽ അതിന് മുമ്പ് എൻ്റെ കൂടെ 2-3 സിനിമകൾ അപ്പോഴത്തേക്ക് ചെയ്തിരുന്നു. 2-3 സിനിമകൾ അടുത്തടുത്ത് ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അതൊരു 2-3 സിനിമകളിലൊരു ടീമായിട്ട് നമ്മൾ വർക്ക് ചെയ്തിരുന്നു. എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിരുന്നില്ല അത്. നമ്മളങ്ങനെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലത് കൊള്ളാം ചെയ്യാമെന്നൊക്കെ തോന്നിയെങ്കിലും അതൊരു വല്ലാത്ത എക്സൈറ്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റ് ആയി മാറിയില്ല. അപ്പൊ എന്തായാലും ഈ സിനിമയിലെ ഗാനങ്ങൾ വിദ്യാസാഗർ ടച്ച് കൂടിയാണ്. എന്താണ് ഗാനങ്ങളെ കുറിച്ച് പറയാനുള്ളത്? ഈ വിദ്യാസാഗർ നമ്മൾ കോക്കേസിന്റെ ഒരു സിനിമകളിലെ തുടർച്ചയായിട്ട് ഇപ്പം അറവത്തൂർ കനവ് തൊട്ടുള്ള അത് സമരൻ ബദ്രേയം, ദേവദൂതൻ, അങ്ങനെ തുടർച്ചയായിട്ട് 4ാമത്തെ സിനിമയെ മറ്റാണ് വിദ്യാസാഗറുമായിട്ട് കോക്കസ് ഫിലിം ചെയ്യുന്നത്. ഞാനുമായിട്ട് അങ്ങനെയാണ്. ഞാൻ എൻ്റെ പ്രണയവർണ്ണങ്ങൾ, സമരൻ ബദ്രേയം, ദേവദൂതൻ, ഉസ്താദ്, ഞാനോട്ട് 5ാമത്തെ സിനിമ മറ്റാണ് വിദ്യാസാഗർ. അപ്പം എന്നെയും സിയാദിനെ സംബന്ധിച്ചോളം ഞങ്ങളൊരു വളരെ ബോണ്ടിങ് ഉള്ളൊരു ടീമാണ് വിദ്യാസാഗറുമായിട്ട് ചെയ്യുമ്പോഴൊക്കെ. അപ്പോൾ ഈ സിനിമയ്ക്ക് നമ്മൾ വേറെ ഫസ്റ്റ് ഓപ്ഷൻ വിദ്യാസാഗർ തന്നെയായിരുന്നു. വിദ്യാസാഗറും ഗിരീഷ് പുത്തഞ്ചേരിയും തന്നെയായിരുന്നു. 4 പാട്ടുകളാണ്. ഈ 4 പാട്ടുകളും കേൾക്കാനും വിഷ്വലൈസ് ചെയ്തപ്പോഴും നന്നായി വന്നതാണ്. അതിൽ ജയറാമും ഈ കാതലും ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ളൊരു ബോണ്ടിങ്ങിൻ്റെ ഒരു പാട്ടുണ്ട്. അതാണ് പൊട്ടു തൊട്ട് എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. പൊട്ടു തൊട്ട് പൊന്നുമണി മുത്തിനൊത്ത മഞ്ഞുമണി കണ്ണു വെച്ചൻ കണ്ണാടിയെ തൊട്ടുഴിഞ്ഞു നോക്കാതടി. 2ാമത്തെ പാട്ട് സന്ധ്യയുടെ കാമുകനായിട്ടുള്ള ഈ മജീഷ്യൻ വിനീതിൻ്റെ ക്യാരക്ടറായിട്ടുള്ള കണ്ണിലുമ്മ വെച്ച് പാടാമെന്ന് പറയുന്ന പാട്ട്. ആ പാട്ടാണ് നമ്മൾ കുളു മനാലിയിൽ, ഊട്ടിയിൽ നിന്ന് വിട്ടിട്ടൊന്ന് കുളു മനാലിയിൽ പോയി ഷൂട്ട് ചെയ്തതാണ്. ആ സമയത്താണ് എനിക്ക് ഒരു അപകടമൊക്കെ ഉണ്ടായത്. കണ്ണിലുമ്മ വെച്ചു പാടാമുള്ളിലുള്ള പാട്ടേ നീ പോരൂ കൂടെ പോരൂ. പിന്നെയുള്ളത് മെയ് മാസം ജൂണോടായി എന്ന് പറയുന്നൊരു പാട്ടാണ്. അത് ഒരു കോറിയോഗ്രാഫിയാണ്. അത് ഇൻഡോറിൽ നമ്മൾ കൂടുതലും ഷൂട്ട് ചെയ്ത് പൂർണ്ണമായിട്ട് അത് ഷൂട്ട് ചെയ്ത് ഫേണിൽ പാലസ് എന്ന് പറയുന്ന അവിടുത്തെ ആ ഫേണിൽ പാലസിൽ തന്നെ നമ്മൾ മലയാളത്തിൽ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ഫേണിൽ പാലസ്. കിലുക്കം തൊട്ട്
ചിത്രം തൊട്ട് ഞാൻ തന്നെയും ദേവദൂതൻ ഒക്കെ അവിടെയാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ആ സിനിമയും ആ പാട്ടും പൂർണ്ണമായിട്ടും അതിനകത്ത് തന്നെയാണ്. ഈ മെയ് മാസം പാട്ടും അവിടെ ഷൂട്ട് ചെയ്തു. മെയ് മാസം ജൂണോടായി കൊഞ്ചുന്നു ലഭ്യത ജൂൺ മേഘം ബോൻസായി ചായുന്നു വോക്കിട മെയ് മാസം ജൂണോടായി കൊഞ്ചുന്നു ലഭ്യത ജൂൺ മേഘം ബോൻസായി ചായുന്നു വോക്കിട. അതേപോലെ തന്നെ കുക്കു കുക്കു എന്ന് പറയുന്ന തുടങ്ങുന്ന ഒരു പാട്ടുണ്ട്. അതും ജയറാമും കാതൽ സന്ധ്യയുമായിട്ടൊക്കെയുള്ള അവരുടെ റിലേഷൻഷിപ്പിൻ്റെ ഒരു അവളുടെ ഒരു മൂഡിയായിട്ടുള്ള സമയത്ത് വരുന്ന ഒരു പാട്ടാണ് അതൊക്കെ. കുറുകും കുയിലെ കൂടുവച്ചു പാടാലോ, മുത്തു 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 മഴയാ പൊഴിയാ മുകിലായി നീങ്ങാലോ. അപ്പോൾ ആ രീതിയിൽ കോക്കേഴ്സിൻ്റെ ഞാനും കോക്കേഴ്സും കൂടെ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു മ്യൂസിക്കൽ കോംബോ ഒന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഈ സിനിമ ഒരുപക്ഷെ പ്രേക്ഷകർ സ്വീകരിക്കപ്പെടാതെ പോയതിന് നമ്മളറിയാത്ത ചില കാരണങ്ങളുണ്ടാവും. ഇപ്പം അതിനകത്ത് വിനീതിൻ്റെ ക്യാരക്ടർ അയാളൊരു മജീഷ്യനാണ്. അയാൾ സിനിമയിൽ ഒരിടത്തും സംസാരിക്കുന്നില്ല, അയാളുടെ ആക്ഷൻസിലൂടെയാണ്. ഒരുപക്ഷെ അതൊക്കെ ചിലപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കാണാം ഓഡിയൻസിന്. അതിനകത്ത് ഏറ്റവും രസകരമായിട്ട് തോന്നിയൊരു ടാപ്പ് ഡാൻസ് ഉണ്ട്. ഇതിൽ വിനീതിൻ്റെ ക്യാരക്ടർ ചെയ്യുന്നൊരു ടാപ്പ് ഡാൻസ് ഉണ്ട്. അത് നന്നായിട്ട് കമ്പോസ് ചെയ്തിരുന്നു. അതിൻ്റെ സീനായിട്ടൊക്കെ തന്നെ ഉണ്ടത്. അത് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ഡാൻസ് മാസ്റ്റർ ഹരിയാണ്. ഹരിയുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അയാൾ ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കൊറിയോഗ്രാഫറാണ്. വേണുഗോപാലിൻ്റെ ഫോട്ടോഗ്രാഫിയും ഭയങ്കര കളർഫുള്ളായിട്ട് ആ സിനിമയെ അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയതാണ് ആ സിനിമയിൽ. അപ്പം വിഷ്വലിയും മ്യൂസിക്കലിയും ഒക്കെയും വളരെ മികച്ചു നിന്ന ആ സിനിമ ഒരുപക്ഷെ സ്വീകരിക്കപ്പെടാതെ പോയത്, ഒരു കൊമേഴ്ഷ്യൽ സക്സസ് ആകാതെ പോയതിന് കാരണങ്ങൾ ഈ പറയുന്ന പോലെയുള്ള ചില നമ്മുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ട് വന്നുപോയ ചില വീഴ്ചകളാണ്. എങ്കിലും ഇന്നും അതിൻ്റെ പാട്ടുകൾ പ്രേക്ഷകർ കാണുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ തന്നെയാണ്. മെയ് മാസം ജൂണോട് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. അതിൽ ആക്ച്വലി ആ ഒരു ഗാനം പ്രത്യക്ഷത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് മലയാള സോങ് ആയിട്ട് മനസ്സിലാവില്ല പെട്ടെന്ന്. അപ്പൊ എങ്ങനെയായിരുന്നു ഗിരീഷ് പുത്തഞ്ചേരിക്കും അതുപോലെ വിദ്യാസാഗറിനും അതിനുള്ളൊരു ലീഡ് കൊടുത്തത്? ഏത് രീതിയിലായിരുന്നു? ആ സിനിമയിലെ പാട്ടുകളൊന്നും ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് ആയി വന്നില്ല എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട് ആദ്യം തൊട്ടേ. വിദ്യാസാഗർ നമ്മളും ചെയ്ത സിനിമകൾ മറ്റ് സിനിമകളുടെ ഒരു ലെവലിലേക്ക് അതിന് പാട്ടുകൾ വന്നില്ല. അതിന് പല കാരണങ്ങളുണ്ടാവാം. പക്ഷേ കഥയുടെ ഒരു കണ്ടന്റിൻ്റെ ഒരു പോരായ്മ ഉണ്ടാവാം. അദ്ദേഹത്തെ ഇൻസ്പയർ ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് റൈറ്റിങ്ങിൽ പോലും എനിക്ക് അത്ര സാറ്റിസ്ഫാക്ടറി ആയിരുന്നില്ല പാട്ടിൻ്റെ ലിറിക്സിൻ്റെ. ഈവൻ സ്ക്രിപ്റ്റ് പോലും അത്ര ബലവത്തായില്ല എന്നുള്ളതാണ് ആ സിനിമയ്ക്ക് ഉള്ള ഒരു അതിൻ്റെ ഒരു ബലഹീനത അതാണ്. നമ്മൾ പിന്നെ ഒരു പാട്ട് അതിനകത്തുണ്ട്, കണ്ണിലുമ്മ വെച്ച് പാടാമെന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. ആ പാട്ട് നമ്മൾ എവിടെയെങ്കിലും വേറൊരു സ്ഥലത്തേക്ക് ചെയ്യണം. കാരണം ഊട്ടിയിൽ നിന്ന് മാറിയിട്ടുള്ളൊരു ലൊക്കേഷൻ വേണമെന്നൊക്കെ ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അത് പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്തത് കുളു മനാലിയിലാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. കുളു മനാലിയിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ഞങ്ങളൊരു മിനിമം ടീമാണ് ഇവിടുന്ന് പോയത്. എൻ്റെ 2 അസിസ്റ്റൻസും ക്യാമറ, അങ്ങനെ ഒരു മിനിമം ഒരു 10-12 പേരെ ഇവിടുന്ന് പോയത്. കുളുവിൽ പോയി ഷൂട്ടിംഗ് തുടങ്ങി ഫസ്റ്റ് ഡേ ഉച്ചയായപ്പോൾ ഞാൻ ഈ സ്നോ പാറയുടെ മുകളിൽ സ്നോ കിടക്കാറ്. അങ്ങനെ ഞാനൊരു പാറയിൽ നിന്ന് ഒരു പാറയിലോട്ടൊന്ന് കാല് നീട്ടി വെച്ച വീണ് എൻ്റെ കാലൊടിഞ്ഞു പോയി. ഫസ്റ്റ് ഡേ ഉച്ചയായിട്ടുള്ളൂ, 3 ദിവസത്തെ ഷൂട്ടുണ്ട്. അങ്ങനെ എൻ്റെ കാലൊടിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിലായി. എൻ്റെ കാല് പ്ലാസ്റ്ററൊക്കെ ഇട്ട് റൂമിലിരിക്കുക. അപ്പോൾ എൻ്റെ അസിസ്റ്റൻസാണ് പിറ്റേ ദിവസം പോയി ഷൂട്ട് ചെയ്യാൻ. ഡാൻസ് മാസ്റ്ററുണ്ട്. അപ്പോൾ ഇവർ ഷൂട്ട് ചെയ്ത് വന്ന് രാത്രി എന്നെ കാണിക്കുമ്പോഴാണ് എന്താണ് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാകുന്നത്. ഡാൻസ് മാസ്റ്റർ ഉള്ളതുകൊണ്ട് അയാളങ്ങ് ചെയ്തു. അല്ല, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ്. നമ്മളൊരു ആക്ച്വൽ ലൊക്കേഷനിൽ പോയി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റാതെ പോയ ഒരു സിറ്റുവേഷനുണ്ട്. നമ്മൾ മുറിയിൽ തന്നെ ഇരുന്ന് ഇങ്ങനെ ബാക്കി എല്ലാവരും ഷൂട്ടിന് പോവുക, അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷയോടുകൂടി ഞാനിരിക്കുക. അത്തരത്തിലൊരു
എക്സ്പീരിയൻസ് എനിക്ക് ആദ്യമായിട്ടാണ്. നമ്മളുടെ ഒരു ഡയറക്റ്റ് പ്രസൻസ് ഇല്ലാതെ എൻ്റെ ഒരു ശീലത്തിൽ എൻ്റെ സിനിമയുടെ ഒരു ഷോട്ട് പോലും വേറെ ആരും എടുത്താൽ എനിക്ക് സാറ്റിസ്ഫാക്ടറി അല്ല. ഞാൻ തന്നെ വേണം. ഒരു ചെറിയ ഫ്രെയിം പോലും വെറും ഒരു ഒബ്ജക്റ്റ് ഷൂട്ട് ചെയ്യണമെങ്കിൽ പോലും എനിക്ക് ആ ഫ്രെയിം കാണണം എന്നുള്ള നിർബന്ധമുണ്ട്. അത് ഞാൻ മനസ്സിൽ കണ്ട ആ ഫ്രെയിം അവിടെ കിട്ടുക എന്നുള്ളത് എനിക്കല്ല. ഞാൻ ഇതാണ് കണ്ടേക്കുന്നത് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാം എൻ്റെ ഒരു ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ തന്നെയാണ് ഡയറക്റ്റായിട്ട് എനിക്ക് ഷൂട്ട് ചെയ്യണം എന്നുള്ളൊരു രീതി ആദ്യം തൊട്ടുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ടെൻഷനായി. ഞാനിവിടെ മുറിയിലിരിക്കുന്നു, അവിടെ ഇവരെന്താണോ ഷൂട്ട് ചെയ്തുകൊണ്ട് വരിക എന്ന് എനിക്കറിയാൻ പറ്റത്തില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരുപക്ഷെ എൻ്റെ കരിയറിൽ ആദ്യമായിട്ട് സംഭവിച്ചതാണ്. നമ്മുടെ ആക്ച്വൽ പ്രസൻസ് ഇല്ലാതെ ഒരു സിനിമയുടെ ഒരു ഭാഗം ഷൂട്ട് ചെയ്യുക എന്നുള്ളത്. അതൊരു ഈ 3 ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു യാത്ര എന്നൊക്കെ പറഞ്ഞാൽ അവിടുന്ന് ഫ്ലൈറ്റിൽ കയറാൻ പറ്റത്തില്ല. അവിടുന്ന് ഒരു ചെറിയ ഫ്ലൈറ്റാണ്. അതിലേക്ക് എനിക്ക് ഒടിഞ്ഞ കാലം വെച്ചിട്ട് കയറാൻ പറ്റത്തില്ല. പിന്നെ ഇത്രയും ദൂരം കുളുമനാലി ടു ഡൽഹി ഞാനൊരു കോളിസ് വണ്ടിയുടെ പുറകിൽ ഒരു കാലം നീട്ടി വെച്ചിട്ടാണ് ഇത്രയും ദൂരം ട്രാവൽ ചെയ്തത്. ഭക്ഷണം കഴിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു 12 hours മറ്റോ ട്രാവൽ ചെയ്തു. അല്ല, അതൊക്കെ നമ്മുടെ യാത്രയിലുണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസ് ആണ്. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം ഇതാണ്. പക്ഷെ എല്ലാവരും ഇപ്പം സന്ധ്യയൊക്കെ നന്നായിട്ട് അഭിനയിച്ചു. നല്ല അവിടുത്തെ ഷൂട്ടിംഗ് സമയങ്ങളൊക്കെ നമ്മൾ വല്ലാതെ എൻജോയ് ചെയ്ത സമയങ്ങൾ തന്നെയാണ്. കാരണം ഞാൻ പറയേ, കോക്കേഴ്സിന്റെ 3ാമത്തെ സിനിമയാണ് ഊട്ടിയിൽ അവിടെ ചെയ്യുന്നത്, വിത്ത് വിദ്യാസാഗർ. എല്ലാം നിങ്ങളുടെ സ്വന്തമായി എല്ലാവരും ടീമായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മളെപ്പോഴും കോക്കേഴ്സുമായിട്ട് ചെയ്യുന്ന സിനിമകളൊക്കെ എന്നെ സംബന്ധിച്ച് എൻ്റെ പേഴ്സണൽ, എൻ്റെ ഫാമിലി എന്നുള്ള രീതിയിൽ തന്നെയാണ്. ഇവരെല്ലാവരും വരും അവിടെ. എൻ്റെ ഫാമിലി വരും, ഇവരുടെ ഫാമിലി, സിയാദിൻ്റെ ഫാമിലി വരും. ഊട്ടിയും കൂടെ ആകുമ്പോഴത്തേക്ക് പിന്നെ ഹോളിഡേ കംപ്ലീറ്റ് ആയി. അല്ല, അങ്ങനെയാണ് എല്ലാവരും. സമ്മറാണ് അത് ഏറ്റവും കൂടുതൽ എല്ലാവരും എൻജോയ് ചെയ്യും. സമ്മർ ഷൂട്ട് ചെയ്യുന്നത് തന്നെ ഒരു ഹോളിഡേ ടൈമിൽ ഏപ്രിൽ മെയ് സമയത്ത്. അതുകൊണ്ട് എല്ലാവരും അവിടെ അങ്ങനെ ഒരു ഫൺ മൂവ്മെന്റ്. നമ്മളൊരു വർക്ക് ചെയ്യാണ്, ഒരു സ്ട്രെയിൻഫുൾ അല്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു സ്വന്തം കാര്യങ്ങൾ, എന്തോ തമാശകളൊക്കെ ചെയ്യും. ഒരു പിക്നിക്കിന് വന്ന ഫീലേ ഉണ്ടാവുള്ളൂ. ആ രീതിയിൽ എപ്പോഴും നമ്മൾ എന്താണ് അത് ഒരു ജോലിയായിട്ട് കാണാനില്ല. വി എൻജോയ് ഇറ്റ് ഡൂയിങ്. അപ്പൊ അത്തരം ചില സിനിമകളുടെയൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ 2 ഫാമിലിയുടെ ഒരു കൂടിച്ചേരലും ഒരു വെക്കേഷൻ മോഡും ഒക്കെ. മിക്കവാറും നമ്മൾ ഈ പിള്ളേർക്കൊക്കെ അവധിയാണെങ്കിൽ ഇവരൊക്കെ അവിടെ എത്തും. അങ്ങനെയാണ് അവർ പാരലായിട്ട് അവർ എൻജോയ് ചെയ്യും, ഞങ്ങൾ ഇവിടെ പാരലായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, ഇന്നും തുടർന്ന് പോകുന്ന ഒരു സൗഹൃദം തന്നെയാണ്. ഓക്കെ, എന്തായാലും ജയറാമിന്റെയും അതുപോലെ തന്നെ കാതൽ സന്ധ്യയുടെയും ഒരു വ്യത്യസ്തമായ വേഷങ്ങൾ, ഒരു സഹോദര ബന്ധത്തിന്റെ ഏറ്റവും ഊട്ടുറപ്പുള്ള ഒരു ദിവസങ്ങൾ, ഒരുപാട് മൊമെന്റും ഒക്കെ ആയിരുന്നു ഈ ഒരു സിനിമ എന്ന് പറയുന്നത്.